ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കല്യാണം പ്രമാണിച്ച് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ, അതായത് എനിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ പെട്ടികളിലേക്ക് പാക്ക് ചെയ്യുകയാണ്. അതായത് എനിക്ക് ഉപയോഗിക്കേണ്ട സാരി, കോസ്മെറ്റിക്സ് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പെട്ടികളിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി, അമ്മയും ഞാനും കൂടെയാണ് പെട്ടി പാക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അന്ന് അമ്മ വെട്ടിതാക്കിയതിൽ എന്നെ അമ്മയുടെ സാധനങ്ങൾ വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുത്തി വരിക്കുന്നു അത് രണ്ടും മേളിലോ ചാന്തി. അതും ഇതും. സത്യം പറഞ്ഞാൽ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അപ്പോൾ സാരി ഉടുക്കാൻ പഠിക്കണ ആരും, പിന്നെ മന്ത്രകോടി ഉടുത്തിട്ടാണോ ഇങ്ങോട്ട് വരേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാരി ഉടുത്തിട്ട് അതാകുമ്പോൾ ഇച്ചിരി കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തിളക്കം. ഞാൻ വെച്ച് പിന്നെ ഇവിടെ ആൻറ്റിമാരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ സാരി ഉടുത്തല്ലോ. ആ ഓക്കെ. ഫ്രണ്ട്സ് അറിഞ്ഞാ കഴിഞ്ഞ അതൊക്കെ നല്ല നല്ല ചുരിദാറുകളാ. അതൊറ്റ സെറ്റാ. അത് വേണമെങ്കിൽ മുകളിൽ വെച്ചോ. വെള്ളയത് അല്ല, പള്ളി പോകുമ്പോൾ എടുക്കാൻ എളുപ്പത്തിനാണ്. അങ്ങനെ തന്നെ അയച്ചു വെച്ചാൽ മതിന്നല്ലേ. ഇതേ കാലുകളുണ്ട്. ആ അതാ പറഞ്ഞേ, ഈ ഇരിക്കുന്നത് ഫുള്ള് എനിക്ക് കൊണ്ടുപോകാനുള്ള. അതും വേണമല്ലോ. പാൻറ്റുകൾ കൊള്ളും. കഴിഞ്ഞ അങ്ങനത്തെ ഇനിയുണ്ട്. അങ്ങനെ ഒരു പെട്ടിയുടെ ഒരു സൈഡ് കഴിഞ്ഞു. അങ്ങനെ ഒരു പെട്ടിയുടെ ഒരു സൈഡ് നിറഞ്ഞ് കവിഞ്ഞു. എന്തായാലേ 26 വർഷത്തെ 26 വർഷത്തെ 26 വർഷത്തെ പാക്കിംഗ് ആണ്. അത് അതിൻ്റെ കാലുണ്ടാവല്ലോ, അതിൻ്റെ കാല് അതിന് മാത്രമേ ഇടുള്ളൂ. വെച്ചോ വെച്ചോ. അത് സാരി സാരി അല്ല, ആദ്യത്തെ പെട്ടി ക്ലോസ് ആവോ ഇല്ലയോ എന്നുള്ള ഗൈസ് പണി കിട്ടി. പെട്ടി ക്ലോസ് ആവുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പെട്ടി തുറന്ന് രണ്ടാമത്തെ പരിശ്രമത്തിലേക്ക് കിടക്കുക. അട്ടയോ ഇല്ലയോ? അട്ടയും അടഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് പെട്ടി ഫുള്ള് പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊള്ളിച്ചു. ഇനി നമുക്ക് ഇനിയുണ്ട് സാരിയും, പിന്നെ അതേപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസും ചെരുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ പെട്ടി സാരി പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. എല്ലാത്തിൻ്റെ ബ്ലൗസ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബ്ലൗസ് അതിൻ്റെ കൂടെ തന്നെ വെച്ചമ്മേ. സെറ്റ് സാരി വെക്കണ്ട, സെറ്റ് മുണ്ട് മുകളിൽ വെച്ചാൽ മതി. ഇത് സെറ്റ് സാരി അല്ലേ? സെറ്റ് സാരീൻ്റെ ബ്ലൗസാണ് ആ പച്ച. കഥ അതിൻ്റെ ഉള്ളിലുണ്ട്. പാവാടകളൊക്കെ ഉണ്ടാവും.
ഷർട്ട് മാറ്റിയിട്ട് അതിന്റെ സെറ്റ് മുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നോർമലി ഉടുക്കണ്ടെന്ന് പറയും, കാരണം അത്രയും ടൈഡായി ഉണ്ടാവും. ഒരാഗ്രഹം. ആഗ്രഹം. അതെ, ബെഡ്ഷീറ്റ് വെക്കണം. അതൊക്കെ മനി 3 ജോഡി ചുരിദാറല്ലേ ഉള്ളൂ, അതിന്റെ മുകളിൽ വെക്കാൻ നിൽക്കണം. അയ്യോ, ഞാൻ മെറൂണടി പവാടി തെറ്റില്ലേ. ആ മെറൂൺ കണ്ടപ്പോഴാണ് ഓർത്തെ നിനക്ക് മെറൂൺ വേണം അടിപ്പവാട. ഈ കളർ ഔട്ട് എടുത്തോട്ടാ നീ മെറൂൺ മണി എടുത്തു. എനിക്കതൊന്നും എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല. എന്ത് ഇത് ഷേപ്പാ ആണോ? അത് ഷേപ്പ്, ഇതെല്ലാം ഷേപ്പ് പാവാടയാ. തെറ്റിയവരെടുത്ത് തന്നേണതാ സെറ്റുമുണ്ട്. ഇതേപോലെ ജീൻസുകൾ അതിന്റെ മറ്റേ വെക്കണം. എൻ്റെ വള്ളി നിന്റെ ഇത് ഇല്ല. ഇനി അങ്ങനെ രണ്ടാമത്തെ പാക്ക് ഫില്ലായി. അങ്ങനെയാണെങ്കിൽ ആ പെട്ടി എടുക്ക്. ആ പെട്ടി തിരിച്ചു കൊണ്ടാ പോരെ. 2 പെട്ടി തിരിച്ച് കൊണ്ടുവരാം. അങ്ങനെ രണ്ടാമത്തെ പെട്ടിയും ഫുള്ളായി. അങ്ങനെ രണ്ടാമത്തെ പെട്ടിയും പാക്ക് ചെയ്തു. അതഴിച്ചു വെക്കാമേ. അങ്ങനെ കോസ്മെറ്റിക്സ് ഐറ്റംസ്. ഗൾഫുകാർ വന്നു പറയുന്നത്. അതെൻ്റെ മറ്റേതിൻ്റെ സോപ്പും സാധനം. ഇതെന്തിനാ ഇങ്ങനെ വെച്ചാണ് കമ്മല്? അത് എന്നാ അങ്ങനെ വെച്ചോ. ഞോടിയോ കമ്മൽ പെട്ടി ഇട സ്ഥലമുണ്ട്. അങ്ങനെ മൂന്നാമത്തെ പെട്ടി ഒരുങ്ങി. എൻ്റെ അങ്ങനെ മൂന്നാമത്തെ പെട്ടിയും അടയില്ല ഗായ്സ്. മൂന്നാമത്തെ പെട്ടി അങ്ങനെ മൂന്നാമത്തെ പെട്ടി നമ്മൾ സക്സസ്ഫുള്ളി പാക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ്, കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തു. ഇനി ചെരുപ്പായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്കും കൂടെ ബാക്കി സാധനങ്ങൾ ഫില്ല് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി. ഹലോ, അപ്പോൾ നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇവിടെയാണ് വെച്ചേക്കുന്നത്. അതായത് 4 ബാഗോളം സാധനങ്ങളുണ്ട്. ഒരു 25 വർഷത്തെ എന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നമുക്കപ്പോൾ വരും വീഡിയോസിൽ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.